മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകം. ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം നടക്കുകയാണ്. സജീഷ് വിവരങ്ങളുമായ സജീഷ്, ഇപ്പോൾ രാഹുലിന് വളരെ പ്രധാനപ്പെട്ട കേസാണിത്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ കോടതിയിൽ വാദം തുടങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ന് മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വാദം തുടങ്ങിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലാണ് വാദം തുടങ്ങിയത്. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഉയർത്തിയ വാദം ഒന്ന്, രണ്ടാമത്തെ പരാതിയിൽ പരാതിക്കാരി ആരാണെന്ന് പോലും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉന്നയിക്കുന്നത്. DGP അല്ല ഇത്തരത്തിൽ ഒരു പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും രാഹുൽ വാദിക്കുന്നു. കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമായിട്ട് കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്ക് ഇടയാക്കിയ സാഹചര്യം ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നു. പരാതിക്ക് ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ടായതിനു ശേഷവും ഇരുവരും വീണ്ടും ടെലിഗ്രാമിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യവും ഈ വാദത്തിൽ ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയ ഉത്തരവ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വായിച്ചിട്ടുണ്ട്. ഏതായാലും മൂന്നാം കേസിൽ രാഹുലിന്റെ അറസ്റ്റ് നിയമപരമല്ല എന്ന വാദം ഈ കോടതിയിലും പ്രതിഭാഗം ആവർത്തിക്കുകയാണ്. നേരത്തെ മുൻ കോടതിയിൽ ഇതേ വാദം ആവർത്തിച്ചിരുന്നു, പക്ഷേ അത് ഫലിച്ചിരുന്നില്ല. പക്ഷേ ഈ മൂന്നാം കേസിലും രാഹുലിന്റെ അറസ്റ്റ് നിയമപരമല്ല, എന്താണ് അറസ്റ്റ് നോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോലും കൈമാറാൻ തയ്യാറായിട്ടില്ല. ഈ രീതിയിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ അതിഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ വരുന്നത്. FIR ഉൾപ്പെടെ കാര്യങ്ങൾ അതിഗുരുതരമായ കുറ്റവും രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്നത്തെ വാദവും ജാമ്യാപേക്ഷയിലെ വിധിയും. കോടതിയിൽ ഇപ്പോൾ വാദം തുടങ്ങുമ്പോൾ ആദ്യം ആരുടെ വാദമാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ വാദമാണ് പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രോസിക്യൂഷന്റെ വാദം ഉണ്ടാവുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കും എന്ന കാര്യത്തിൽ നിർണായകമാണ്. ബലാത്സംഗം, ഭീഷണി, ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ എല്ലാം തന്നെ രാഹുലിനെതിരെ ഈ മൂന്നാം ബലാത്സംഗ കേസിലെ FIR-ലും ചുമത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. നമുക്കറിയാം, മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പഴുതും നൽകാതെയാണ് അറസ്റ്റ് ഉണ്ടായത്. മുൻ 2 കേസുകളിലും രാഹുലിന് മതിയായ സമയം അന്വേഷണ സംഘം കൊടുത്തു എന്നൊരു ആരോപണം വന്നിരുന്നു. ഇത്തവണ പക്ഷേ അത്തരം ആരോപണങ്ങൾക്കൊന്നും ഇട നൽകാതെ വളരെ വിദഗ്ധമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കാര്യം പക്ഷേ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമപരമല്ല എന്ന വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളും ഈ അറസ്റ്റ് ചെയ്യുന്നതോടനുബന്ധിച്ച് അന്വേഷണ സംഘം നടത്തിയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ കാര്യം അറിയിക്കാതെ കൂട്ടിക്കൊണ്ടുപോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ നിയമപരമായ അറസ്റ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് ഏതായാലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരാതിക്കിടയാക്കിയ സാഹചര്യം ഉണ്ടായിട്ട് പോലും വീണ്ടും ഈ പരാതിക്കാരിക്കും അല്ലെങ്കിൽ ഇരയും രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കേസ് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നൊരു വാദം, പ്രധാനപ്പെട്ട ഒരു വാദം പ്രതിഭാഗം വീണ്ടും ഈ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് രജിസ്റ്റർ ചെയ്തത് DGP ആണ്. DGP അല്ല ഇത്തരത്തിൽ ഒരു പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും രാഹുൽ മുന്നോട്ട് വയ്ക്കുകയാണ് കോടതിയിൽ. രണ്ടാമത്തെ പരാതിയിൽ പരാതിക്കാരി ആരാണെന്ന് പോലും അറിയാതെ അന്വേഷണ സംഘം ഇരുട്ട് തപ്പുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണെന്നുമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിക്കുന്നത്. ശരി, രാഹുലിന് ഏറ്റവും നിർണായകമായ കേസിൽ വാദം പുരോഗമിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.